ഹലോ ഡിയേഴ്സ്, ഇന്ന് കുറച്ച് ആവശ്യങ്ങളൊക്കെ നടപ്പിലാക്കാൻ വേണ്ടി ഞാനുമായിട്ടും കൂടെ ഇറങ്ങിയതാണ് കേട്ടോ. കൂടെ സൈമയുണ്ട്. അങ്ങനെ എൻ്റെ മെയിൻ ഉദ്ദേശം ബിരിയാണി ത്രെഡ് ചെയ്യലാണ്. അപ്പം നമുക്ക് ഒരാളും കൂടെ പിക്ക് ചെയ്യാനുണ്ട്. ഈ വരുന്ന മുതലിനും കൂടെ പിക്ക് ചെയ്തിട്ട് വേണം നമുക്ക് പോകാൻ. അങ്ങനെ അവനും കയറ്റി സായു അവൻ്റെ കൂടെ പിന്നെ ഫുള്ള് കളിയൊക്കെ ആയിട്ടോ. അപ്പോഴത്തേക്കും പൂക്കൂട്ടുമ്പോഴെത്തി ഞാനൊന്ന് ത്രെഡ് ചെയ്യാൻ വേണ്ടി കയറിയിട്ടോ. എൻ്റെ ഹെയർ കട്ട് ചെയ്യലാണെങ്കിലും പിന്നെ ത്രെഡ് ചെയ്യലാണെങ്കിലും സായുവിൻ്റെ ഹെയർ കട്ട് ചെയ്യാനൊക്കെ ആണെങ്കിലും ഞാനിവിടെ തന്നെ കേട്ടോ വരൽ. ഇവിടെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇത്രയും സൂപ്പറായിട്ട് എടുത്ത് ശേഷം നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു തരാറുണ്ട്. ത്രെഡിങ് കഴിഞ്ഞ് ഞാൻ നേരെ വണ്ടി ചെന്ന് നോക്കുമ്പം സായ്മ നല്ല കുട്ടിയായിട്ട് ഇരിക്കുകയാണ് കേട്ടോ. അവൾക്ക് ഇൻട്രജിയൊക്കെ പതലങ്ങൾ വാങ്ങിച്ച് കൊടുത്തിട്ടുണ്ട്. എനിക്കും തന്നു കേട്ടോ ഒരെണ്ണം, ഇത് അമ്മയ്ക്കാന്നൊക്കെ പറഞ്ഞ്. പക്ഷെ അത് അതേപോലെ തന്നെ അവൾ തിരിച്ചു വാങ്ങി അവളെ തന്നെ കഴിച്ചു കേട്ടോ. പിന്നെ ഞങ്ങൾ നേരെ പരിസരയിലോട്ടാണ് കേട്ടോ പോയത്. അങ്ങനെ 3 പേരും 3 സാധനങ്ങളൊക്കെ പറഞ്ഞ് ഇനി ഇത് വെയിറ്റിങ്ങിലാണ് കേട്ടോ. ഫുഡ് വരാൻ വേണ്ടിയിട്ടുള്ള വെയിറ്റിങ്ങിലാണ്. അധിക നേരമൊന്നും വെയിറ്റ് ചെയ്തിട്ടില്ല കേട്ടോ. പെട്ടെന്ന് തന്നെ ഫുഡൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. സായുവിന് ടൊമാറ്റോ സോസ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പക്ഷേ അങ്ങനെ ടൊമാറ്റോ സോസ് കൊടുക്കലില്ല. എപ്പോഴും ഇങ്ങനെ ഇതൊക്കെ കഴിക്കുന്ന സമയത്ത് മാത്രമേ കൊടുക്കാറുള്ളൂ കേട്ടോ. അതും കൂട്ടി അവൾ തന്നെ മന്തിയൊക്കെ വാരി കഴിച്ചു. നോക്കിയപ്പോഴത്തേക്കും നല്ല അടിപൊളി മഴയാണ് കേട്ടോ. പിന്നെ നമ്മളൊന്നും നോക്കിയില്ല, നേരെ കുറച്ച് ജീരകമൊക്കെ എടുത്തു. ഇത് ഇത്ര ഏട്ടനെ ഇടുന്നത് എനിക്ക് മാത്രമല്ല കേട്ടോ, സായ്മയ്ക്ക് ഈ സാധനം ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവൾ വണ്ടിയിലിരുന്ന് അത് കൊടുത്ത് അത് കഴിച്ചോളുമല്ലോ. റോഡൊക്കെ ഫുള്ള് വെള്ളത്തിലായിരുന്നു കേട്ടോ. നല്ല മഴയായിരുന്നു. ഞങ്ങൾ ഇറങ്ങിയപ്പോൾ ഇത്ര മഴ ഉണ്ടായിരുന്നില്ല. പക്ഷേ തിരിച്ച് പോകാൻ നേരത്ത് ഭയങ്കര മഴയായിരുന്നു. നല്ല വെള്ളം കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇതേപോലെ ഏട്ടൻ്റെ ഒരു ആവശ്യത്തിന് വേണ്ടി കുറച്ച് നേരം ഞങ്ങൾ വണ്ടിയിൽ തന്നെ ഇരിക്കേണ്ടി വന്നു. അപ്പോഴും നല്ല മഴ തന്നെയായിരുന്നു. നിലമ്പൂരിൽ നിന്ന് പൂക്കോട്ടുംപാടം എത്തിയപ്പോഴത്തേക്ക് ഏകദേശം ഒരു 4 മണിയൊക്കെ ആയി. പിന്നെ ചായ അത് നിർബന്ധമാണല്ലോ. കുറേ നേരം ഞങ്ങളെ കട്ട പോസ്റ്റ് അടുപ്പിച്ച് നിർത്തിയതല്ലേ ഏട്ടൻ. അതുകൊണ്ട് ചായയും കൂടെ വാങ്ങി കഴിച്ചിട്ട് വീട്ടിലോട്ട് പോകാമെന്ന് കരുതി. ഇവിടെ പൂക്കോട്ടുംപാടത്ത് അധികമായിട്ടില്ല, ഓപ്പൺ ആക്കിയിട്ടുള്ളൊരു ഷോപ്പിലാണ് കേട്ടോ ഞങ്ങൾ കയറിയത്. കുറേ ആയി ഞങ്ങൾ വിചാരിക്കണോ ഇവിടെ കയറണം, ഇവിടെ ഒന്ന് ഇവിടുത്തെ ഫുഡൊക്കെ ഒന്ന് കഴിച്ച് നോക്കണം. അങ്ങനെ കുറച്ച് മൊമോസും ഒരു സാൻഡ്വിച്ച് 3 പീസൊക്കെ ആക്കി കട്ട് ചെയ്തതൊക്കെ ആയിട്ട് ഞങ്ങളതൊക്കെ കഴിച്ചു. ഒരു ചായയും കുടിച്ചു. ഇനി നേരെ ഞങ്ങൾ വീട്ടിലോട്ട് പോകണം കേട്ടോ. അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴും നല്ല മഴയായിരുന്നു. അപ്പം ഞങ്ങളിനി നേരെ വീട്ടിലോട്ട് പോട്ടെ. ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യണമൊക്കെ ഇട്ടിട്ട് ബൈ.